മീൻ വെട്ടണ കാണണില്ലാന്ന് എല്ലാവർക്കും കംപ്ലൈന്റ്. ഫിഷ് ക്ലീൻ ചെയ്യാൻ കത്രിക മാത്രം യൂസ് ചെയ്യുന്നവർ കൈപൊക്കുക. ഈ കുഞ്ഞു മീനൊക്കെ വെട്ടുമ്പോ അതിന്റെ കണ്ണെടുക്കാറുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അവിടെ വെച്ച് കട്ട് ചെയ്തേ ഏതാണ്ട് വെച്ച് കെട്ടി. പിന്നെ അമ്മച്ചിയുടെ 64 വർഷം ഏതാണ്ട് ആയതാന്ന് അപ്പൊ പറയണേത്. ഉച്ചത്തെ ചോറിനുള്ള കറി ഉണ്ടാക്കാനുള്ള ഓട്ടത്തിലാണ് അമ്മ. നീ എന്നിട്ട് പേപ്പർ വെച്ച് ചുരുട്ടിക്കൂട്ടി വാഴക്കഞ്ചി വെച്ച് കെട്ടി വെച്ച്. അമ്മ ആദ്യമായിട്ട് കടുക് പൊട്ടിച്ചപ്പോ ഇതുപോലെ പൊട്ടിത്തെറിച്ചപ്പോ എന്തായിരുന്നു പ്രതികരണം? കിളിമീൻ മീൻ വെട്ടണ കാണണില്ലാന്ന് എല്ലാവർക്കും കംപ്ലൈന്റ്. വീഡിയോ സ്റ്റാർട്ടിങ്ങിന്റെ ടൈമിലൊക്കെ ഇതുപോലെ പൊടിമീനുകൾ വെട്ടണ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പൊടിമീൻ മേടിക്കൽ അങ്ങ് നിർത്തി. പൊടിമീൻ മേടിക്കലുണ്ട്, വീക്കെൻഡിലുണ്ടാവൂല. വീക്കെൻഡിൽ എപ്പോഴും മീൻ കറി വെച്ചേക്കും. അപ്പൊ ഈ മുഴുത്ത മീനാകുമ്പോ എപ്പോഴും നമ്മളെ പീസാക്കി മേടിച്ചോണ്ടാ വന്നതേ, ഷോപ്പിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന്. അപ്പൊ സൗകര്യമായിട്ട് പിന്നെ വേവിച്ചെടുത്താൽ മതിയല്ലോ. അത് കാരണം അപ്പൊ അതുകൊണ്ടാണ് മീൻ വെട്ടണത്. മുഴുത്ത മീൻ ഒരിക്കലും മുഴുവനെ കൊണ്ടുവരാറില്ല. ഇപ്പൊ ഈ സ്ലൈസ് ചെയ്ത് എല്ലായിടത്തും കിട്ടൂലേ ക്ലീൻ ചെയ്ത്. അപ്പൊ പിന്നെ അതുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾ കാണാത്തത്. പലരും വെളാമീൻ മറ്റേ പിരാന ഇതൊക്കെ കാണിക്കാൻ പറയാറുണ്ട്. പക്ഷെ ഒരു വീഡിയോയില് ഷോപ്പിൽ പോയി പടം എടുത്തില്ല, വെളാമീനും പിരാനും ഒക്കെ കാണിച്ചിട്ടുണ്ട്. അത് അവര് ചോദിക്കണ കാരണം ഞാൻ പോയി എടുത്തതാ. അപ്പൊ ഇത് കിളിമീൻ, മറ്റേ ചാള, കിളിമീൻ, അയില, ചെമ്മീനൊന്നും ക്ലീൻ ചെയ്ത് കിട്ടൂല. അപ്പൊ ഇന്ന് ചെന്നപ്പോ ഞാൻ പറഞ്ഞ കിളിമീൻ ഉണ്ടെങ്കിൽ മേടിക്കും, നമുക്ക് വറക്കാന്ന് പറഞ്ഞ. അപ്പൊ അത് മേടിച്ചോണ്ട് വന്നത് നിങ്ങളെ ഒന്ന് വെട്ടാൻ കാണിക്കുന്നതാണ്. ഇപ്പൊ ഈ രംഗ ഞാൻ ചൂടായതുകൊണ്ട് ചെടി നന പരിപാടിയൊക്കെ കഴിഞ്ഞു വന്ന അപ്പം പാഷൻ ഫ്രൂട്ട് നടന്നിടത്തൊക്കെ ഒന്ന് നോക്കി പോയി. ചാക്കൊക്കെ പിടിച്ചേച്ച് ഒന്ന് വേർതിരിക്കുക കേട്ടോ. മാലയൊക്കെ അതുകൊണ്ട് ഊരി വെച്ചേക്കുക. ഇനിയിപ്പോൾ കുളിയൊക്കെ കഴിയുമ്പോഴേ സെറ്റപ്പ് ആവുള്ളൂ. അതുകൊണ്ട് കംപ്ലീറ്റ് മുഖത്ത് വേർപ്പാണേ. ഇനി വെട്ടിയെടുക്കട്ടെ കേട്ടോ. ഓക്കെ. ഫിഷ് ക്ലീൻ ചെയ്യാൻ കത്രിക മാത്രം യൂസ് ചെയ്യുന്നവർ കൈപൊക്കുക. സെലിനാൻറ്റി പറവൂര. കത്തി എന്തായാലും വേണ്ടി വരും. എങ്കിലും അകത്തെ സാധനങ്ങൾ എടുക്കാൻ കത്തി വേണം. അതെ. പക്ഷെ അമ്മ യൂസ് ചെയ്യാറില്ല, കാരണം ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. എനിക്കറിയില്ല. അല്ല, എനിക്ക് ഇതാണെങ്കിൽ സ്പീഡിൽ ചെയ്യാം. മറ്റേ ഇച്ചിരി ക്ഷമയൊക്കെ വേണം. ക്ഷമ വേണമെന്ന് തന്നെയല്ല, സ്പീഡ് എനിക്കതിൽ ശീലമാക്കിയിട്ടില്ല ഞാൻ. പിന്നെ ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് മീൻ ക്ലീനിങ് ഇല്ലാത്തതെന്ന്. അപ്പോൾ പിന്നെ അത് മനസ്സിലായി കാണും. ഞാനേ കല്ലുപ്പിട്ടതേ ഉരച്ച് കഴുകുവാതെ ഞങ്ങത്തിന്റെ ഇടയ്ക്കൊക്കെ പോകാതെ നോക്കണം കേട്ടോ. അതെ, കല്ലുപ്പിട്ട് നന്നായിട്ട് ഉളുമ്പ് പോകാൻ കഴുകണം കേട്ടോ. ഞാൻ എല്ലാ മീനുകളും കല്ലുപ്പിട്ട് കഴുകും. എന്നെ ഇത് പഠിപ്പിച്ച് തിരുമറിയുടെ ചാച്ചാച്ചിയാ. കല്ലുപ്പിട്ട് കഴുകിയ ഉളുമ്പ് പോകുന്നു. ഇവിടെയൊക്കെ ക്ലീൻ ആയതുകൊണ്ടാ പിന്നെ ഒന്നും ചെയ്യാത്ത കേട്ടോ. അതൊക്കെ എല്ലാത്തിൻ്റെയും ക്ലീൻ. അതെ, കൈയിട്ട് നോക്കിയാൽ മതി കഴുകുമ്പോൾ. നമ്മൾ അങ്ങനെ കിളിമീൻ കൊണ്ടുവന്ന കിളിമീൻ ഇപ്പൊ ഈ പരുവത്തിലായി. ബേർഡ്സ് ഐ ഫിഷ്. ഇനി മൂടി വെക്കാട്ടോ. ഓക്കെ. അപ്പൊ നിങ്ങള് കണ്ടില്ലേ ക്ലീൻ ചെയ്യണ കിളിമീൻ? പൊട്ടണ ആ കിളിമീൻ്റെ അതെന്നാന്നോ, കറിവേപ്പിലൊരു നനവുണ്ട്. നമ്മള് കറിവേപ്പില പറിച്ചേച്ച് കഴുകാതെയല്ലേ ഫ്രിഡ്ജിൽ വെക്കണം. എടുക്കാൻ നേരത്താ കഴുകണം. അപ്പൊ കഴുകിയേച്ച് ഞാൻ ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടപ്പോഴേ അതിന് പൊട്ടിയതാട്ടോ വെള്ളം. അപ്പൊ ആ കിളിമീൻ വറക്കണ തേങ്ങയാണ് ഈ കാണുന്നത്. വറക്കണമെന്ന് പറഞ്ഞാൽ വറക്കാൻ അടുപ്പത്തേക്ക് വെക്കണത്. ഉച്ച സമയത്ത് ഇതൊക്കെ കാണുന്നത് ഒരു പ്രത്യേക. ഞങ്ങൾ ചെയ്യണത് ഇപ്പൊ നൈറ്റിലാട്ടോ. വന്നത് ഉച്ചക്കായിരിക്കും അല്ലേ വീഡിയോ. അന്നേരം ഇതൊക്കെ കാണുന്ന ഒരു പ്രത്യേക സുഖ. ഇന്ന് ജനുവരി 27 സാറ്റർഡേ അല്ലേ? കൃത്യമായിട്ട് അമ്മ ഡേറ്റ് പറഞ്ഞു. ആലോചിച്ച് നോക്കി തന്നെ. ഇനി വരുമ്പോ കാണിക്കാം പോരെ. കുഞ്ഞു മീനൊക്കെ വെട്ടുമ്പോ അതിന്റെ കണ്ണെടുക്കാറുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. കണ്ണൊക്കെ എടുക്കണം നല്ലതാ. പക്ഷെ എനിക്കത് ഞാനത് വെട്ടിക്കഴിയുമ്പോ കണ്ണൊക്കെ അടർന്നു പോകും. കൊച്ചെ, കണ്ണൊക്കെ എടുക്കണം നല്ലതാ. എല്ലാരും ഒക്കെ കണ്ണെടുത്ത് ഉപയോഗിക്കുന്നവരുണ്ട്. ഞാനത് വെട്ടിയെടുക്കുമ്പോൾ അതിൽ നിന്നൊക്കെ വെട്ടിയെടുക്കുമ്പോ പോകുന്നില്ലെങ്കിൽ ഞാൻ കല്ലുപ്പിട്ട് ഉരച്ച് കഴിയുമ്പോൾ മുഴുവൻ അത് അടർന്നു പോകും. കാരണം ഉളുമ്പുണ്ടാവാതിരിക്കാൻ ഞാൻ കല്ലുപ്പിട്ട് ചട്ടിയില്
ഇങ്ങനെ ഒരച്ചേച്ച കഴിയെടുക്കണം. നിങ്ങളിപ്പോ ഓൾറെഡി കണ്ടിട്ടുണ്ട് പല വീഡിയോയിലും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോയില്ലേ പലതിന്റെ അടർന്നു ഉണ്ട്. ഇതിന്റെ ഒന്നെണ്ണത്തിന്റെ ഉണ്ട്, ഇതിനകത്തുണ്ട്. ചെറുതിന്റെ തീരെ ചെറുതിന്റെ ഒന്നും ഇരിക്കൂല. പക്ഷെ ഇപ്പൊ കല്ലുപ്പിട്ട് അങ്ങനെ ഉരച്ച് കഴിയുമ്പോ അങ്ങനെ ചെയ്യും. ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോ ഉടനെ ചിലപ്പോ ആൾക്കാർ പറയും കേട്ടോ, ഞങ്ങളും ഒക്കെ അങ്ങനെ തന്നെയാ ഉളുമ്പ് പോകാൻ ചെയ്യണത്. ഞാൻ അങ്ങനെയല്ല എന്ന് ആരോടും പറയണില്ല. ഞാനിങ്ങനെ ഉരച്ച് കഴുകുമ്പോ ഞാൻ സ്ലോയിലല്ല ചെയ്യണം. കുറച്ചുകൂടെയൊക്കെ സ്ലോ ആയിട്ട് ഇതായിട്ട് ചെയ്യുവാണെങ്കിൽ ചിലപ്പോ കണ്ണതിലിരിക്കും. ഞാനിങ്ങനെ ഉരച്ചൊരച്ചിങ്ങനെ അങ്ങനെ നോക്കൂല, അന്നേരം വിട്ടുപോകും. അത് എന്റെ ഫോൾട്ടാണ്. അത് ഞാൻ പറഞ്ഞ. പക്ഷെ പലരും പല രീതിയിലല്ലേ ഇതിനെ എടുക്കണത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതിൽ 1-2 ഇരിപ്പുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ ഇന്നൊരു ശരിക്കും നൊയമ്പാലത്തെ കറിയാ ചെയ്യണത്. നൊയമ്പായില്ലെങ്കിലും ഒരു ചാറുകറി തയ്യാറാക്കും. ഞാനിങ്ങനെ ആലോചിച്ചപ്പോ വെള്ളരിക്കയും ചക്കക്കുരു ഇരിപ്പുണ്ട്. ഏതെല്ലാരും വിചാരിക്കും ചക്കക്കുരു എന്ന് പറയുമ്പോ പുതിയ ചക്കക്കുരുവാണ്. പുതിയ ചക്കക്കുരു അല്ല, ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്ന ചക്കക്കുരു. അതിട്ട് വെള്ളരിക്കയും ചക്കക്കുരു. പിന്നെ നമ്മുടെ പറമ്പിലുണ്ടായ ഒരു സാധനം പറിച്ചെടുത്ത് പുളിക്ക് വേണ്ടി, മാങ്ങയല്ല, പകരം വേറൊരു സാധനം പറിച്ചെടുത്തായിരുന്നു ഉണ്ടാക്കണം. അപ്പൊ ചിലപ്പോ നിങ്ങൾ വിചാരിക്കും വാളംപുളി ആയിരിക്കും. വാളംപുളി അല്ല, വേറൊരു പുളി. ഇന്ന് ഉച്ചത്തെ ചോറിനുള്ള കറി ഉണ്ടാക്കാനുള്ള ഓട്ടത്തിലാണ് അമ്മ. ഈ എരുപ്പുളി കൊണ്ടാണ് അമ്മ ഉണ്ടാക്കാൻ പോണേ. വേറെ എന്ത് പറിച്ചു വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, ഇതിൽ 3 ഉള്ളു. പറിച്ച് വലിയ ഇരുമ്പുളി മരത്തേന്ന് പറിച്ച് 2 വെച്ചിട്ടുണ്ട്. കാരണം നല്ല പുളി ഉണ്ടാവും. അത് നല്ല വിളഞ്ഞതാ. ഇത് 2 ഇതുണ്ട്. ഇതിന് അത്ര വിളവുണ്ടാവൂല. അപ്പൊ നമുക്ക് ചക്കക്കുരുവിന്റെ കൂട്ടത്തിലേക്ക് വെള്ളരിക്ക അങ്ങ് ചേർക്കാം. ഒന്ന് തിളച്ച് കഴിയുമ്പോ ഇതും ചേർക്കാം. ഇതങ്ങ് വെന്ത് കലങ്ങിക്കോട്ടെ, അതാ നല്ലത്. അപ്പൊ നമുക്ക് പോകാം. വേറൊരു ഇരുമ്പുളി മരം. പിന്നെ ഫ്രണ്ടില് വലിയ ഇരുമ്പുളി അമ്മച്ചിയുടെ ഇഷ്ടം പോലെ അമ്മച്ചിയുടെ മകന്റെ മാക്കടെ മരങ്ങള് നട്ടുപിടിപ്പിച്ചത്. പോകാന്നാ. അപ്പൊ ഉച്ചത്തേക്കുള്ള കറികൾ റെഡി ആവാട്ടെ. നീ ഓർക്കണ്ടോ ഫംഗസ് ബാധ വന്നിട്ട് നീ റീപ്ലാന്റ് ചെയ്ത് ഇരുമ്പുളി അവിടെ വെച്ച് കട്ട് ചെയ്തേ ഏതാണ്ട് വെച്ച് കെട്ടി. ഞാൻ പറഞ്ഞു വേറെ തൊഴിലൊന്നുമില്ലെന്ന്. ഞാൻ നട്ടതിലും അങ്ങനെ ഫംഗസ് ബാധ വന്നപ്പോ നീ ചെയ്തു ഇങ്ങനെ ആ ഭാഗം വെച്ച് കട്ട് ചെയ്ത് നീ എന്നിട്ട് പേപ്പർ വെച്ച് ചുരുട്ടിക്കൂട്ടി വാഴക്കഞ്ചി വെച്ച് കെട്ടി വെച്ച്. നിന്റെ നട്ടതിലും ഇങ്ങനെ വന്നപ്പോ അങ്ങനെ ചെയ്ത് 2 റെഡിയായി. പക്ഷെ ഇതിങ്ങനെ ഇതിന്റെ തടി ഇങ്ങനെ ഞാൻ കാണിച്ചിട്ടുണ്ട് പണ്ട്, അവിടെ കണ്ട് മാറ്റിയിട്ടിട്ടുണ്ട്. അപ്പൊ എന്തോ ഇത് വന്ന അടിയിന്ന് പുഴുക്കുത്ത് വന്ന് പോയി. പക്ഷെ ആ തടിയേന്ന് കിളുത്ത് വന്ന തയ്യാത്. അതുകൊണ്ടാണ് അതിൽ ഇത്ര പെട്ടെന്ന് ഉണ്ടായത്. ബഡ് മരത്തേലുണ്ടാവും പോലെ അല്ലേ. അപ്പൊ നമുക്ക് പിന്നെ അമ്മച്ചിയുടെ 64 വർഷം ഏതാണ്ടായതാന്ന് അപ്പൊ പറയണേത്. അത് അവിടെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട് നല്ല രസമായിട്ട്. ഓക്കെ നീ ഉണ്ടായി കിടക്കുമ്പോ കാണിക്കാൻ മരം അല്ലേ. നല്ല കൗതുകമായിരിക്കും. കാത്തിരുന്ന് അതിലൊരു ഡിഞ്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ വസ്തു നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. ആ സൈഡിലാ. ഇന്നലെ ഞാനത് കണ്ടത്. പോകാം. ഫ്രീസറിൽ വെച്ചിരിക്കുന്ന ചക്കക്കുരു ദേ സ്വല്പം മഞ്ഞപ്പൊടി ഉപ്പും വെള്ളം ഒഴിച്ച് വേവിച്ചു. കുഴഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ ഇനി ഇതെല്ലാം ഇടാനുള്ളതല്ല, അതുകൊണ്ട് അത് അങ്ങനെ അങ്ങ് കുഴച്ചെടുക്കാൻ. കുഴഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കുറുകി കിട്ടും കേട്ടോ. അതിലേക്ക് വെള്ളരിക്ക ചേർക്കും. വെള്ളരിക്ക ചേർത്ത് നമുക്കൊന്ന് ഇളക്കാം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഇരുമ്പുളിയും കൂടെ അതിലേക്ക് അരിഞ്ഞിടാം. എന്തിനാന്ന് വെച്ചാൽ ഇരുമ്പുളിക്ക് വേവ് അധികം ഇല്ല. പക്ഷെ വെന്തങ്ങ അലുത്തതിലേക്ക് ചേർന്നോട്ടെ. ഈ 2 ആ വലിയ ഇരുമ്പുളി വരത്തേന്ന് ഞാൻ പറഞ്ഞത് ഇച്ചിരി പാകക്കേട് പഴുപ്പ് പോലെ ആയിട്ടുണ്ട്. ഇത്രയും അരിഞ്ഞിടാം ആദ്യം കേട്ടോ. ഞാൻ കത്തി എടുത്തോണ്ട് വരട്ടെ എന്നാ. കഴുകിയതാട്ടോ. അതെ കഴുകി കൊണ്ടുവന്നാ വാഷ് ബേസിനിൽ അവിടെ കൊണ്ടുവരാം. ഇരുമ്പുളി കേട്ടോ. നോക്കിക്കോ. അതിപ്പോ അവനവന്റെ ഇഷ്ടത്തിന് എങ്ങനെയാന്ന് വെച്ചാൽ നീളത്തിലോ വട്ടത്തിലോ ഒക്കെ റൗണ്ടായിട്ട് എങ്ങനെ വേണമെങ്കിലും അരിയാം കേട്ടോ. ഞാൻ ഇതിലേക്ക് അങ്ങ് അലുത്ത് ചേരാൻ വേണ്ടി ഈ ഒപ്പം തന്നെ അങ്ങ് അരിഞ്ഞിടണം. ഇത് പെട്ടെന്ന് അരിഞ്ഞങ്ങ് ചേർന്നോളും. അതിന് വേണ്ടി മാത്രം. പുളിക്കാട്ടോ ഇതിടണത്, മാങ്ങയ്ക്ക് പകരം. ഒരു വെറൈറ്റി ചെയ്ത് നോക്കണതാ. ഇങ്ങനെ ചെയ്തിട്ടില്ല. മാങ്ങ സാധാരണ ഇതിന്റെ കൂടെ ഇട്ട് നമ്മൾ ചെയ്തേക്കണതും ചെയ്യാറും. അപ്പൊ എനിക്ക് തോന്നി ഇരുമ്പുളി കൊണ്ടൊന്നും ചെയ്യാറുണ്ട്. അപ്പൊ ഇത് ശരിക്കും നൊയമ്പുകാല കറിയാണല്ലേ, ഒഴിച്ചുകറി. നൊയമ്പുകാലത്തിന് ഇഷ്ടം പോലെ കറികൾ നമുക്ക് വരുന്നു. ഈ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം നൊയമ്പുകാലത്ത് ഉണ്ടാക്കിയതൊക്കെ തന്നെയായിരിക്കും കറികള്. കാരണം നൊയമ്പുകാലത്ത് അല്ലാണ്ട് നീ പറയും പോലെ ഇഷ്ടം പോലെ എവിടെ ഇരിക്കണം സെലക്ട് ചെയ്യാൻ. കഴിഞ്ഞ പോലെ 50 ദിവസവും നൊയമ്പ് കറിയായിരുന്നു. അതിന് മുമ്പലത്തെ പോലെ അത് തന്നെ 4 കൊല്ലമായിട്ട് ഇത് തന്നെയാണ്. അപ്പൊ പിന്നെ ആ കണ്ടത് തന്നെയായിരിക്കും. അപ്പൊ ആ സാബുചേട്ടന്റെ മോന്റെ കല്യാണം അപ്പ പള്ളിയിൽ പോയേച്ച് വേറെ മറ്റേടത്തെ കല്യാണം ഉണ്ട്. ഇവിടെ വന്ന് വിളിച്ച അതിനും പോണം. ഇന്ന് 2 കല്യാണം ഉണ്ട്. ഇതിലില്ലേ സ്വല്പം വെള്ളം ഒഴിക്കണം.
കാരണം വെള്ളമില്ല. വെള്ളം ഒഴിക്കണം, ഇച്ചിരി ഉപ്പും ചേർക്കണം. പൊടിക്ക് ഉപ്പ് മതി. ചക്കക്കുരു നന്നായിട്ട് ഉപ്പിട്ട് വേവിച്ചതാട്ടോ. അത് ഇട്ട് വെച്ച് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പൊ അതിന്റെ അരപ്പ് ഞാൻ എന്തൊക്കെയാ ചേർത്തേക്കണേന്ന് പറയാം. സൺഡേ ആയതുകൊണ്ട് കറണ്ട് പോകുമോ എന്നുള്ളൊരു സംശയം ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, തേങ്ങയരപ്പ്. അതിൽ എന്തൊക്കെയാ ചേർത്തേക്കണേന്ന് നിങ്ങളോട് പറയാം കേട്ടോ. കാരണം ഈ ഞായറാഴ്ച ദിവസം റിപ്പയർ വർക്കിന് വേണ്ടി ലൈൻ ഓഫ് ചെയ്യാറുണ്ട്. മൊബൈലിൽ മെസ്സേജ് ഒന്നും വന്നിട്ടില്ല. അങ്ങനെ ഓഫ് ചെയ്യുമ്പോൾ മെസ്സേജ് വരാറുണ്ട്. ഇൻ കേസ് വേറെ എന്തെങ്കിലും കാരണവശാല് നമുക്ക് ലൈൻ കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നിവൃത്തിയില്ല അരച്ചെടുക്കാൻ. അത് കാരണം ഞാൻ അരച്ചു വെച്ചതാട്ടോ. ഇച്ചിരി എരിവ് മുളക് പൊടി ഇതിലേക്ക് ചേർക്കുക. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയരപ്പിലധികം എരിവ് ഞാൻ ചേർത്തിട്ടില്ല. ഈ വെള്ളരിക്ക ഇങ്ങനെ ചാറ് വെക്കുമ്പോഴേ ചക്കക്കുരു വെള്ളരിക്കയും മാങ്ങയൊക്കെ ഇട്ട് ചാറ് വെക്കാറ് സാധാരണ. അങ്ങനെ വെക്കുമ്പോൾ എരിവ് അധികം ചേർക്കാറില്ല. ചെമ്മീനും മാങ്ങയ്ക്കും വെക്കുമ്പോഴും എരിവ് അധികം ചേർക്കാറില്ല കേട്ടോ. ഞാൻ അരപ്പിലൊരു സ്വല്പം ചേർത്തിട്ടുണ്ട്. അരപ്പിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർത്തേക്കണത് ഇതിനാവശ്യമുള്ള തേങ്ങ, പിന്നെ ചുമന്നുള്ളി, 2-3 ദളം ചുമന്നുള്ളി, 1 ദളം വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. ചക്കക്കുരു ഇട്ടേക്കണത് കൊണ്ട് ചേർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. പിന്നെ ആവശ്യത്തിന് എരിവ് മുളക് പൊടി, അത്രയും ചേർത്താണ് ഇത് അരച്ചു വെച്ചേക്കണം. അരച്ച സംഗതി എന്നാക്കിയാന്ന് ഞാൻ പറഞ്ഞതാ കേട്ടോ. അപ്പൊ വെള്ളരിക്കയും ഇരുമ്പുളിയൊക്കെ അതിലേക്ക് വെന്ത് ചേർന്നു. ചക്കക്കുരു കുഴഞ്ഞിട്ടില്ല, ആ പരുവത്തിന് തന്നെ ഇരിക്കുവാണെങ്കിൽ കുഴയാൻ സാധ്യത കുറവാണ്. കാരണം ഒരു കാരണം ഞാൻ പറയാം, ഫ്രീസറിലിരുന്ന സാധനമാണ്. പിന്നെ കുക്കറിൽ അടിച്ച് വേവിച്ചായിരുന്നെങ്കിൽ കുഴഞ്ഞാനെ. ഞാൻ അതിലേക്ക് പോലും ഒരു 5-6 ചക്കക്കുരു എടുത്തിട്ടുള്ളത് കുക്കറിലിടാൻ മാത്രം ഇല്ല. അപ്പൊ നമുക്ക് അരപ്പ് ചേർക്കാം കേട്ടോ. അരപ്പിലേക്ക് എന്ത് സ്വല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അരച്ച് വെച്ചതിൽ സ്വല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ചാറിന് അനുസരിച്ച് വെള്ളം ചേർക്കണം. അതുകൊണ്ടാണ് അതിൽ നിന്ന് പാത്രത്തിൽ നിന്ന് പോരാൻ വേണ്ടി സ്വല്പം വെള്ളം ഒഴിച്ച്. ആ വെള്ളം കൊണ്ടായില്ല കേട്ടോ, ഇനിയും വെള്ളം ചേർക്കണം. കേട്ടോ അതെ. ഇനി നമുക്ക് പതുക്കെ തികന്നു വരുമ്പോ, അരപ്പ് ചേർത്ത കറിയല്ലേ, തികന്നു വരുമ്പോ അടുപ്പിൽ നിന്ന് മാറ്റുക, കടുക് പൊട്ടിക്കുക കേട്ടോ. ഇരുമ്പുളിട്ട് വെക്കാത്ത കൊണ്ടേ ഇതിന്റെ രുചി എങ്ങനെയാന്ന് അറിയില്ല. മാങ്ങയിട്ട് വെച്ചിട്ടുള്ള രുചിയെ അല്ല അതിന്റെ രുചിയെ നമുക്കറിയാവുള്ളൂ, അതേ കഴിച്ചിട്ടുള്ളൂ. ഇത് നമ്മൾ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ലടി. അപ്പൊ മാങ്ങിയാന്ന് തന്നെ പറയുള്ളൂ. ഇരുമ്പുളിയാന്ന് അറിയാൻ സാധ്യതയില്ല. ഇരുമ്പുളി പറിക്കണെ കണ്ടിട്ടുമില്ല. പറിക്കണെ കണ്ടായിരുന്നെങ്കിൽ പിടിച്ചെടുത്തേ. പക്ഷെ ചിലപ്പോ ചോദിക്കും മാങ്ങ മേടിക്കാതെ ഫ്രീസറിൽ ഇരുന്ന മാങ്ങിയായിരിക്കില്ല എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. നമുക്കല്ലേ ചോറ് കൊടുക്കുമ്പോ മിണ്ടണ്ട, ചോദിക്കാം. ഇതെന്നാ കറിയാന്ന് അറിയാവോ നീ? വെള്ളരിക്കയും ചക്കക്കുരു എന്നാന്നുള്ളത് പറയും. ചക്കക്കുരു മുഴുവത്തോടെ കിടക്കണോണ്ട് കാണാൻ പറ്റുന്നേ. കഷ്ണം ഇരുമ്പുളി വെന്തലുത്ത് പോവും പെട്ടെന്ന്. ഇതാവും. ഈ വെള്ളം കൂടെ അങ്ങ് ഒഴിച്ചേക്കാം കേട്ടോ, കുറുകും. അതാ നമുക്ക് പതുക്കെ തികന്നു വരുമ്പോ വാങ്ങണം കേട്ടോ. തികന്ന് തുടങ്ങി നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. കാണിച്ചു തരണ്ടേ? തികന്ന് പൊങ്ങി വന്നായിരുന്നത് ഞാനങ്ങ് സിമ്മിലാക്കി ഇപ്പൊ അങ്ങ് തന്നു പോയത് കേട്ടോ. കണ്ടോ? ഓഫ് ചെയ്യട്ടെ? കൊതാന്ന് എന്റെ ഭാഷയാട്ടോ അത്. നിങ്ങളൊക്കെ അതെ വിളിച്ചു വന്നിട്ടുണ്ട്. ഇനി കടുവറ അവയങ്ങ് വെക്കാം. നിങ്ങളുടെ കഴിഞ്ഞ ആ കറി റെഡിയായി. വെളിച്ചെണ്ണ ഒഴിക്കാം അല്ലേ? കടുക് പൊട്ടിപ്പഴം ഇടുവാണേ. ഉള്ളിയും വേപ്പില്, ചുവന്നുള്ളിയും വേപ്പില കേട്ടോ. അമ്മ ആദ്യമായിട്ട് കടുക് പൊട്ടിച്ചപ്പോ ഇതുപോലെ പൊട്ടിത്തെറിച്ചപ്പോ എന്തായിരുന്നു പ്രതികരണം? ഓർക്കണില്ല. അതൊക്കെ എന്റെ വീട്ടിൽ വെച്ച് അതൊക്കെ പാടെ മറന്നുപോയി. മറന്നുപോയി. അത്രയൊന്നും ഓർക്കണില്ല. ആരെങ്കിലും വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? അതൊന്നും ഓർക്കണില്ലെന്ന് പറഞ്ഞില്ല. അത്രയും ഓർമ്മ മറ്റേ വെച്ചോണ്ടിരിക്കുന്ന അടിയുടെ കിട്ടിട്ടുണ്ടെങ്കിൽ ഓർത്തിരിക്കും. അടി അങ്ങനെ കിട്ടിയിട്ടില്ല. അതിനുള്ള ചില തട്ടിപ്പൊക്കെ കാണിക്കുമായിരുന്നു. പക്ഷെ വഴക്ക് പറയുണ്ടായിരുന്നു. ഗ്രാൻഡ് മദർ അല്ലേ, അപ്പൊ അമ്മയെ അടിക്കൂല. അവരങ്ങനെയാണല്ലോ, ജനറേഷൻ ഗ്യാപ്പില്ലേ, അടിക്കൂല അവര്. അങ്ങനെയല്ല ചെയ്യണെന്ന് പറയും. പ്രത്യേകിച്ച് ആ അമ്മ വളരെ സൈലന്റ് ആയിരുന്നു. ഓർക്കണില്ലേ? വളരെ സൈലന്റ് ആയിരുന്നു. ചേർക്കുക. പിന്നെ കടുക് വറുത്ത് ചേർത്തു. ഉച്ചത്തേക്കുള്ള ഒരു കറി റെഡിയായി. ഒരു കറി ഇരിപ്പുണ്ട്. ഇനി ഒരു ചമ്മന്തി ഉണ്ടാക്കാനുണ്ട്, വ്യത്യസ്തമായ ഒരു ചമ്മന്തി. കാണിച്ചു തരാം. ഇളക്കിട്ടോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. കയ്യിലെടുത്തേ പുളിയൊക്കെ ഇറങ്ങണം. വലിയ കുഴപ്പമുണ്ടാവാൻ വഴിയില്ല.
കുഴപ്പമില്ല, ഇറങ്ങി വരണം. ഇറങ്ങി വേണം. കുറച്ചു നേരം ഇരുന്നാലേ മനസ്സിലാവും. ഇറങ്ങാനുണ്ട്. എന്നാ പിന്നെ കാണിക്കാം അല്ലേ? അതെ അതെ, മൂടി വെച്ചേക്കട്ടെ. മൂടി വെച്ചേരെ, കുറച്ച് കഴിയുമ്പോ നോക്കാം. നമുക്ക് പുറത്തു പോയാ നീ പറഞ്ഞത് പറിച്ചോണ്ട് വരാം. എന്നിട്ട് ബാക്കി പരിപാടി പാൻ ഓഫ് ചെയ്ത് വരാം. അല്ലെങ്കിൽ പിന്നെ ശരിയാവൂല. ലൈറ്റ് ഓഫ് ചെയ്യട്ടെ. ബാ പോരെ. ഇരുമ്പമ്പുളി, വെള്ളിരിക്ക, ചക്കക്കുരു, തേങ്ങ അരച്ചത് കേട്ടോ. മാങ്ങയെന്ന് എപ്പോഴും വായിൽ വേണം. വെച്ചിട്ടില്ലല്ലോ ഇരുമ്പമ്പുളി ഇട്ട. ഒഴിക്കട്ടെ കേട്ടോ. ഒഴിച്ചോ ഒഴിച്ചോ. ഇത് മതിയാവും. മതി. കിളിമീൻ, കിളിമീൻ, ബേർഡ്സ് ഐ. ഇന്നലെ അങ്ങനെ പറഞ്ഞ കേട്ടോ, രണ്ടുപേരും കൂടെ പറഞ്ഞു ചിരിക്കണ ഞാൻ കേട്ടോടെ. ഓരോരുത്തരുടെ പാത്രത്തിൽ. അങ്ങനെ ഊണ് കഴിക്കേണ്ട സമയമായി. ഇനി നമുക്ക് വേഗം കഴിക്കാം. ഉള്ളി. അടുക്കളയിൽ ഓരോ ദിവസം ഭക്ഷണം പാകം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അമ്മ തലേ ദിവസങ്ങളിൽ കൃത്യമായി പ്ലാനിങ് നടത്തി വെക്കാറുണ്ടെന്ന് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ പ്ലാനിങ് അനുസരിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് കാണിച്ചിരിക്കുന്നത്. അതായത് ഇന്ന് ഉച്ചയ്ക്ക് വേണ്ടിയ കറികൾ ഇന്നലെ തീരുമാനിച്ചത് കൊണ്ട് മീൻ ക്ലീൻ ചെയ്യുന്നതും ഫ്രൈ ചെയ്യുന്നതും എല്ലാം ഇന്നലെ ചെയ്തു വെക്കാനായിട്ട് പറ്റി. അതുകൊണ്ട് ഇന്നത്തേക്കുള്ള മറ്റു കറികൾ ഒരുക്കുമ്പോൾ വല്ലാണ്ട് തിക്കും തിരക്കും ഒന്നും അനുഭവപ്പെട്ടില്ല എന്ന് സാരം. അങ്ങനെ അമ്മ അടുക്കളയിൽ നടത്തുന്ന ഓരോ പ്ലാനിങ്ങിനെ കുറിച്ചും ഇന്നലത്തെ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും അത്. അതുപോലെ ഈ വീഡിയോയും അതിലെ നൊസ്റ്റാൾജിക് കറിയും എല്ലാം ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബായ്.